ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനത്തിൽ അനേകം ഉപമകളെ കാണാൻ സാധിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞ അനേകം ഉപമകൾ വചനത്തിലുണ്ട്, ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിത്തിൻ്റെ ഉപമ, താലന്തുകളുടെ ഉപമ, അങ്ങനെ പല ഉപമകളും നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാൻ പോകുമ്പോൾ പല പ്രതീക്ഷകളോടെയാണ് അയാൾ വയലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്നത് പ്രതീക്ഷകളോടെയാണ്. എന്നാൽ മത്തായി 13:3 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ, അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. ഒരു വ്യക്തി വിത്ത് വിതയ്ക്കാനായി പോയി. താൻ വിതയ്ക്കുമ്പോൾ ചില വിത്തുകൾ വഴിയരികെ വീണതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. വഴിയരികെ വീണാൽ താൻ വിതയ്ക്കാനായി പുറപ്പെട്ടപ്പോൾ തനിക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ പലതും അസ്തമിച്ചു പോകും. വഴിയരികിൽ വീണാൽ ഫലം കിട്ടത്തില്ല. വഴിയരികിൽ വീണാൽ പറവകൾ വന്ന് അതിനെ കൊത്തി തിന്നുവാനിടയായി തീരും. അതുപോലെ മനുഷ്യ സഞ്ചാരമുള്ള സ്ഥലമായതുകൊണ്ട് മനുഷ്യൻ്റെ ചവിട്ടേറ്റ് ആ വിത്തുകൾ നഷ്ടമായി പോകും. നമുക്കതിനെ ഒന്നുകൂടെ പറഞ്ഞാൽ, വിത്ത് വീണത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഹൃദയത്തിലാണെങ്കിൽ ആമേൻ, ആ വിത്ത് നഷ്ടമായി പോകും. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആ വിത്ത് വീണതെങ്കിൽ അത് അനേകം ഫലമുള്ളതായി മാറും. അല്ലാത്ത ഒരു സ്ഥലത്ത് വീണാൽ അത് ചവിട്ടേറ്റും പക്ഷി വന്ന് കൊത്തിയും അതിനെ തിന്നുകളയും. ചവിട്ടേറ്റ് നഷ്ടമായി പോവുകയും പറവകൾ വന്ന് അതിനെ കൊത്തി തിന്നുകയും ചെയ്യും. ദൈവം നമുക്ക് തരുവാനായി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ നിറവേറുകയുള്ളൂ. ദൈവം നമ്മോടൊരു വാഗ്ദത്തം പറയുമ്പോൾ അത് നമ്മളും കേൾക്കുന്നു, അതിനോടൊപ്പം ശത്രുവും കേൾക്കുന്നു. അതിനെ ഇവന് എങ്ങനെ കിട്ടാതിരിക്കാം, കൊടുക്കാതിരിക്കാം, ഇവനിൽ നിന്ന് എങ്ങനെ നഷ്ടമാകാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ യോഗ്യരല്ല എങ്കിൽ ആ വാഗ്ദത്തം നമ്മിൽ നിന്നും ശത്രുവായവൻ തട്ടിപ്പറിക്കാൻ ഇടയായിത്തീരും. അങ്ങനെയാണ് ആ വഴിയരികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. രണ്ടാമത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ചാണ്. എന്നാൽ അവിടെയും മണ്ണ് അല്പമുണ്ടായിരുന്നു, വിത്ത് മുളച്ചു വന്നു. വേര് ഓടാൻ സ്ഥലമില്ലായകയാൽ അത് സൂര്യൻ ഉദിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി, അത് നഷ്ടമായി പോയി. എന്താണ് ഈ പാറപ്പുറം? നമ്മുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, കഠിന ചിന്തകളും ദൈവത്തെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തതുമായ ഹൃദയത്തെയാണ് പാറപ്പുറം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ, ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തിന് വസിക്കുവാൻ നല്ലൊരു ഇടം നാം കൊടുക്കണം. ഹല്ലേലൂയ. ഉറപ്പുള്ളതാണ് പാറ, ആമേൻ. എന്നാൽ വിത്തിന് വേരോട്ടം ലഭിക്കണമെങ്കിൽ അവിടെ മണ്ണ് ആവശ്യമാണ്. ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മിൽ നിലനിൽക്കണമെങ്കിൽ ആദ്യം ദൈവ സാന്നിധ്യം നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമാകുന്ന ആ മണ്ണ്, ഹല്ലേലൂയ, വിത്തിന് വളർന്ന് വലുതാകാൻ, ഹല്ലേലൂയ, തഴച്ചു ആമേൻ ഉള്ള, ആമേൻ, ആ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ.
1-ാം സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും, ആറ്റരികത്ത് നിൽക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് ഹല്ലേലൂയ ജലാംശയമുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും വാടിപ്പോകയില്ല. ഹല്ലേലൂയ. തക്ക കാലത്ത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു നാളും വാടി പോകത്തില്ല. ഹല്ലേലൂയ. നീ ഒരു നാളും നശിച്ചു പോകത്തില്ല. തക്ക സമയത്ത് നിനക്ക് വേണ്ടുന്ന, ഹല്ലേലൂയ, ആമേൻ, വളവും ജലവും നൽകി, ഹല്ലേലൂയ, നിനക്ക് വേണ്ട സകല, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സകലതും നൽകി. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ പോഷിപ്പിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതായി വഴിയരികിൽ വീണു, രണ്ടാമതായി പാറ സ്ഥലത്ത് വീണു, പാറപ്പുറത്ത് വീണ വിത്തും നഷ്ടമായി പോയി. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഹല്ലേലൂയ, വിതയ്ക്കാനായി ഇറങ്ങിയതാ. ഹല്ലേലൂയ. എന്നാൽ താൻ വിതയ്ക്കുമ്പോൾ രണ്ട് സ്ഥലത്തുള്ള വിത്ത് ഇപ്പോൾ നഷ്ടമായി. ഹല്ലേലൂയ. മൂന്നാമതായി പറയുന്നു, ഹല്ലേലൂയ, മുള്ളിനിടയിൽ വീണു. ഹല്ലേലൂയ. ആ മുള്ളിനിടയിൽ വീണ വിത്തും മുളച്ചു വന്നു. എന്നാൽ മുള്ളുകൾ ഞെരുക്കി, ആമേൻ, അതിൻ്റെ വളരാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമായി. അങ്ങനെ വളരാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമായി പോയി. അങ്ങനെ അതും നഷ്ടമായി. ഹല്ലേലൂയ. ആ വിത്തിൻ്റെയും ഫലം നഷ്ടമായി പോയി. ആ വിത്തിൻ്റെ വളർച്ചയെ ഞെരുക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ഈ മുള്ളിനിട? നമ്മുടെ ഹൃദയത്തിലുള്ളതായ പാപങ്ങൾ, ദുർചിന്തകൾ, അങ്ങനെ തുടങ്ങി പലതുമാണ് ഈ മുള്ളിനിട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു കർത്താവ് ഉപമകളിലൂടെ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലുള്ള കോപം, ദേഷ്യം, ദുർചിന്തകൾ, നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള പാപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയാണ് മുള്ളിനിട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ 3 സ്ഥലത്ത് വീണ വിത്തുകളും നഷ്ടമായി പോയി. എന്നാൽ 4-മതൊരിടം നമുക്ക് കാണാൻ കഴിയുന്നു, നല്ല നിലം. എന്താണ് നല്ല നിലം? ആമേൻ. ദൈവത്തെ സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരുന്ന ഒരു നിലം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവ സാന്നിധ്യം എപ്പോൾ എന്നിൽ വരുമെന്ന്, ഹല്ലേലൂയ, എന്നിലൂടെ ആ ദൈവത്തെ എനിക്ക് എപ്പോൾ പുറലോകത്തേക്ക്, ഹല്ലേലൂയ, വിളിച്ചു പറയാൻ കഴിയുമെന്ന്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ കൃപ എന്നിൽ എപ്പോൾ ലഭിക്കുമെന്ന്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോൾ അനുഭവിക്കുവാൻ കഴിയുമെന്ന്, അവൻ ഒരുങ്ങിയിരുന്ന ഒരു ഹൃദയം, അതാണ് നല്ല നിലം. ആ നല്ല നിലത്ത് വീണ വിത്ത്, ഹല്ലേലൂയ, ഇങ്ങനെ പറയുന്നു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഹല്ലേലൂയ. 100, 60, 30. ഹല്ലേലൂയ. അവിടെ അവരോഹണ ക്രമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. 100, 60, 30 മേനിയായി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. നീ നല്ലൊരു ഹൃദയം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നല്ലൊരു നിലമാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നിൽ, ഹല്ലേലൂയ, ദൈവം തരുന്ന വിത്ത് അത് 100 മേനിയായി വിളയും. 100 മേനിയായി വിളയും. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മറ്റു സ്ഥലങ്ങളിൽ വീണ വിത്തുകളെല്ലാം നഷ്ടമായി പോയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിച്ച്, ഹല്ലേലൂയ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഹൃദയമായി ഇരിക്കുന്ന നിന്നിൽ വീഴുന്ന വിത്ത് അത് 100 മേനി, 100 മേനി, 100 മേനിയായി വിളയും. ആമേൻ. ഓ റിബാബാബ ശംധരാധന വൈഡ റബന ഹർത്തരാധന. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Pray to Jesus, pray to Jesus. Hallelujah, hallelujah, hallelujah. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കറിയാം, വെയിലടിക്കുമ്പോൾ മെഴുക് ഉരുകിപ്പോകുന്നു. എന്നാൽ ചെളിയാണെങ്കിൽ അത് കട്ട പിടിക്കുന്നു. ചൂടടിക്കുമ്പോൾ മെഴുക് ഉരുകിപ്പോകുന്നു. ചൂടടിക്കുമ്പോൾ ചെളി കട്ടയായി പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവ സാന്നിധ്യം നമ്മിൽ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ, ആമേൻ, ഉരുകണം. ഹല്ലേലൂയ. പാറ പോലെ, ഹല്ലേലൂയ, കട്ട പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ വന്നാൽ, ഹല്ലേലൂയ, നമ്മൾ ഉരുകാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കട്ടയായി പോകത്തില്ല. ഹല്ലേലൂയ. കട്ട പിടിച്ച് കഠിനപ്പെട്ടു പോകത്തില്ല. ദൈവ സാന്നിധ്യം നമ്മിൽ വന്നാൽ, ഹല്ലേലൂയ, നമ്മൾ ലളിതമാകാൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശു കർത്താവിനെ ഒരു മെഴുകുതിരിയോട് ഉപമിച്ച് പലരും പറയാറുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, മെഴുകുതിരി കത്തി അതിൻ്റെ അവസാനം കാണുന്നത് വരെയും മറ്റുള്ളവർക്ക് പ്രകാശം നൽകി സ്വയം ഉരുകിത്തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് സ്വയം ഉരുകിത്തീരുന്നതാണ് മെഴുകുതിരി. ആമേൻ. യേശു കർത്താവും അതുപോലെയാണ്. ഹല്ലേലൂയ. തന്നെ ക്രൂശിച്ച വേളയിലും ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. തൻ്റെ മരണത്തിലും ഹല്ലേലൂയ ആമേൻ തന്നെ കഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ചും ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഹൃദയം നമുക്കുണ്ട് എങ്കിൽ ഹല്ലേലൂയ, നമ്മെ ആമേൻ വേദനിപ്പിക്കുന്നവരെ ഹല്ലേലൂയ, നമ്മെ കുറ്റപ്പെടുത്തുന്നവരെ ഹല്ലേലൂയ, നമ്മെ തള്ളിക്കളഞ്ഞവരെ ഹല്ലേലൂയ, നമുക്ക് എതിരെ നിൽക്കുന്നവരെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം ആമേൻ നമുക്കുണ്ട് എങ്കിൽ ഹല്ലേലൂയ, നാം വിതയ്ക്കുന്ന വിത്ത് ഹല്ലേലൂയ അത് ആമേൻ വചനമാകാം, ഹല്ലേലൂയ എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ നാം വിതയ്ക്കുന്ന വിത്ത് ഹല്ലേലൂയ അത് 100 മേനി ഫലം കൊണ്ടുവരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇപ്പോൾ 4 സ്ഥലത്താണ് വിത്ത് വീണത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കതിനെ 100% എടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ 25% വഴിയരികിൽ വീണു, 25% പാറപ്പുറത്ത് വീണു, 25% മുള്ളിനിടയിൽ വീണു, 25% നല്ല നിലത്ത് വീണു. നമുക്കറിയാം 75% വിത്തുകളും നഷ്ടമായി പോയി. ഇനിയുള്ളത് 25% മാത്രം. അത് മാത്രമാണ് നല്ല നിലത്ത് വീണത്. നല്ല നിലം. അതിൻ്റെ 5-ാം വാക്യം, ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. പാറപ്പുറത്ത് വീണതും മുളച്ചു വന്നു, എന്നാൽ അവിടെ മണ്ണിന് താഴ്ചയില്ലായിരുന്നു. ഹല്ലേലൂയ. മണ്ണിന് താഴ്ചയില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് ആഴത്തിലൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് നീയും ദൈവവുമായി ആഴത്തിലൊരു ബന്ധമുണ്ടെങ്കിലേ ഹല്ലേലൂയ നിന്നിൽ നിന്ന് പ്രവൃത്തി ഹല്ലേലൂയ ആമേൻ ആമേൻ അത് വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. 100 മേനി വിളയുന്ന വിത്തായി നീ മാറണമെങ്കിൽ മണ്ണിന് ആഴം വേണം. നീയും ദൈവവുമായി ഒരു ആഴത്തിലൊരു ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. നീയും ദൈവവുമായി ആഴത്തിലൊരു ബന്ധമുണ്ടായാൽ ഹല്ലേലൂയ ആമേൻ ദൈവ പ്രവൃത്തി നിന്നിൽ നിന്ന് 100 മേനിയായി പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ആമേൻ. പാറ സ്ഥലത്ത് വീണത് ഹല്ലേലൂയ ആഴത്തിൽ മണ്ണില്ലാത്തത് കൊണ്ട് നഷ്ടമായെങ്കിൽ ഹല്ലേലൂയ നല്ല നിലമാകുന്ന ഹൃദയവുമായി ഇരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് ഹല്ലേലൂയ അത് 100 മേനിയായി ആമേൻ 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 100 മേനിയായി വിളയാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ നീ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. നിനക്ക് നഷ്ടം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നീ വീഴുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ശത്രുവിന്റെ മധ്യ വെച്ച് ഹല്ലേലൂയ നിനക്ക് 100 മേനി തന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ആമേൻ ആമേൻ ആമേൻ. ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. ഇയ്യോബിന് ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ആമേൻ. തള്ളി പറയാത്തത് കാരണം ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിന്റെ 7 മടങ്ങ് ഹല്ലേലൂയ തനിക്ക് കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിന്റെ മടങ്ങ് തന്ന് ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കേണ്ട വിധം നീ ആരാധിച്ചാൽ ഹല്ലേലൂയ നിന്റെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റും. നിന്റെ ഹല്ലേലൂയ കഷ്ടതകളെങ്കിൽ നിനക്ക് ഹല്ലേലൂയ അതൊരു വിഷയമല്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വരുന്ന രോഗങ്ങൾ, നിനക്ക് വരുന്ന പ്രതികൂലങ്ങൾ, നിനക്ക് വരുന്ന താഴ്ചകൾ, നിനക്ക് വരുന്ന വീഴ്ചകൾ അതൊന്നും നിനക്കൊരു വിഷയമല്ല. യേശു കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ജീസസ്. ആമേൻ 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 ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആ 3 സ്ഥലത്ത് വീണ വിത്തുകളും നഷ്ടമായി പോയപ്പോൾ ഹല്ലേലൂയ 4ാമതൊരു നിലം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് നല്ല നിലമാണ്. ഹല്ലേലൂയ. ആ നല്ല നിലത്ത് വീണാൽ ഹല്ലേലൂയ ആ ദൈവത്തിലേക്ക് നമ്മൾ ഹൃദയത്തെ കൊടുത്താൽ നല്ല നിലമാകുന്ന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ചാൽ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ കാണുകെ ഹല്ലേലൂയ
പരിഹസിച്ചവർ കാണുകെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് പുറപ്പെടത്തക്ക വിധം ഹല്ലേലൂയ നമ്മിൽ ഇരുന്ന് പ്രവർത്തിക്കും യേശു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ആ യേശുവിന്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്ന ഹല്ലേലൂയ ആമേൻ ഓരോ പ്രവൃത്തികളും ഹല്ലേലൂയ നഷ്ടമായി പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടമായി പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആഗ്രഹിച്ചതിന്റെയും 10 മടങ്ങ് ഹല്ലേലൂയ അത് മേൽത്തരമായി തന്നെ മാറത്തുള്ളൂ. മേൽത്തരമായി. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ആമേൻ. 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 വിത്ത് വിതയ്ക്കുമ്പോൾ ഹല്ലേലൂയ പറവകളാകുന്ന ശത്രുക്കൾ ഹല്ലേലൂയ കാത്തിരിക്കുന്നുണ്ട്. എനിക്കുള്ളത് എപ്പോൾ കിട്ടും? ഹല്ലേലൂയ ഇത് അവനിൽ നിന്ന് എങ്ങനെ തട്ടിപ്പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറവകൾ ആമേൻ ഹല്ലേലൂയ സാത്താന്റെ രൂപത്തിൽ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ ഈ വിത്തിനെ എങ്ങനെ അവനിൽ നിന്ന് നഷ്ടമാക്കാം? ഹല്ലേലൂയ ദൈവം അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ വിത്ത് ഹല്ലേലൂയ എങ്ങനെ അവനിൽ നിന്നും എനിക്ക് തട്ടിപ്പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കാത്തിരിക്കുന്ന പറവകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പറവകൾ തട്ടിപ്പറിക്കാനായി വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വഴിയരികിൽ കിടക്കുന്ന വിത്തുകൾ മാത്രമേ ഹല്ലേലൂയ പറവയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആ നല്ല നിലത്ത് ചില വിത്തുകൾ വീഴും. ഹല്ലേലൂയ. നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ ഹല്ലേലൂയ കട്ടകൾ ഉടഞ്ഞ് ഹല്ലേലൂയ നല്ല നിലമായി കിടക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ വീഴുന്ന ആമേൻ വിത്തുകൾ ഹല്ലേലൂയ അത് ആമേൻ മറ്റാർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ ആ കട്ടകൾ ഉടച്ച് നല്ല നിലമാക്കി ഹല്ലേലൂയ അവിടെ പണി ചെയ്തിട്ടേക്കുന്ന ആമേൻ ഒരുവനുണ്ട്. അത് അവനുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വിത്തുകൾക്ക് പറയാൻ ഒന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പറവ ആമേൻ അതിനെ കൊത്തിയെടുക്കാനായി വരുമ്പോൾ ആ വിത്ത് പറയും ഹല്ലേലൂയ. ആമേൻ. ഹേ പറവേ ഹല്ലേലൂയ. ആമേൻ എന്നെ നിനക്ക് കാണാൻ സാധ്യമല്ല. ഹല്ലേലൂയ ഞാൻ ഇവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ മറ്റു സ്ഥലങ്ങളിൽ വിത്ത് കിടക്കുന്ന പോലെ ഞാനും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ പറവേ ഹല്ലേലൂയ എന്നെ കൊത്തി എടുത്തുകൊണ്ട് പോകാൻ നിനക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ നീ എന്നെ കൊത്തി ആമേൻ എടുക്കാൻ നോക്കിയാലും ഹല്ലേലൂയ ഞാൻ ഈ നല്ല നിലമാകുന്ന മണ്ണിൽ നിന്ന് നിന്നിലേക്ക് വരത്തില്ല. എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ എന്നെ ഇവിടെ ഹല്ലേലൂയ നിനക്ക് തരാതെ ഹല്ലേലൂയ ശത്രുവേ നിനക്ക് തരാതെ ഹല്ലേലൂയ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു സാന്നിധ്യം. ആമേൻ. ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ. 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 Pray to Jesus. Oh ribaba shamdaradana vaida ravana. Glory Jesus. Hallelujah. Ribana shandal praudamana hadura vaida regaraksham deradana vaishara diyara vaida redala praudamana hadura digana ribaba shamdaradana vaida regane ribana vaida varakshavaramdala vaida varadunagarandana rigo